നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പൊതുജനങ്ങൾ മാറി നിൽക്കണം. വഴിയുള്ളവരൊക്കെ തന്നെ ആട്ടിയാടിച്ചുള്ള ഒരു യാത്ര. പോലീസ് സെക്യൂരിറ്റിയിലല്ലാതെ മുഖ്യമന്ത്രി പുറത്തിറങ്ങാറില്ല. ഇത്തരം അവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ യാത്ര ചെയ്തത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇപ്പോൾ അതിനൊക്കെ ഒരു അവസാനമായിരിക്കുന്നു. തൻ്റെ ചുറ്റിലും കാവൽ നിന്ന പോലീസുകാരെയും സുരക്ഷാ പൈലറ്റ് വാഹനത്തെയും ഒക്കെ വിട്ടു നൽകേണ്ടുന്ന അവസ്ഥ. രാജിയടക്കം സ്വീകരിച്ച പിണറായി മാറി നിൽക്കുകയാണെങ്കിലും ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ ഒരു നിർണായകമായ നടപടി പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനം കോൺഗ്രസിൽ നിന്ന് വരും മുമ്പ് തന്നെ, അന്തിമ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ആ കൺഫ്യൂഷനിൽ നിൽക്കുന്ന പാർട്ടിക്കാരെ വീണ്ടും കൺഫ്യൂഷനിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പൈലറ്റ് വാഹനങ്ങളടക്കം വി.ഡി. സതീശന് വിട്ടു നൽകാൻ ഇന്റലിജൻസ് മേധാവിക്ക് പിണറായി വിജയൻ നിർദ്ദേശം നൽകുന്നു. എന്നാൽ സതീശൻ തന്നെ ഇതിൽ മുഖ്യമന്ത്രി എന്ന് ഉറപ്പാകാത്ത സാഹചര്യത്തിൽ ഉന്നത ഇടപെടലിൽ ഈ തീരുമാനം തിരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആരാകും മുഖ്യമന്ത്രി എന്ന തീരുമാനം വന്നതിന് ശേഷം മതി കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതെന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സതീശന് പൈലറ്റ് വാഹനം നൽകാനുള്ള തീരുമാനം അറിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസിലെ തന്നെ മറ്റൊരു വിഭാഗത്തിന്റെയും ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെയും ഇടപെടൽ ഉണ്ടായി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം വേണ്ടായിരുന്നു എന്നതാണ് നിർദ്ദേശം. ഇതോടെ നൽകിയിട്ടുള്ള ഉത്തരവ് പിൻവലിക്കാൻ പോലീസ് നിർബന്ധിതരായി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാക്കുന്ന വിധത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം എന്നത് പിണറായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തിരികൊളുത്തുന്ന നടപടിയെടുത്തതാണോ എന്നുള്ള സംശയവുമുണ്ട്. അതേസമയം ഭരണമാറ്റമുണ്ടായതോടെ പോലീസ് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ചില വലിയ അങ്കലാപ്പുകളും ആവേശവും ഒരേപോലെ അലയടിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളാണ് ഒരു വലിയ വിഭാഗം പോലീസുകാർ. അത്തരം പോലീസുകാർക്ക് ഭരണമാറ്റം വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒതുക്കപ്പെട്ട ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ദൂര സ്ഥലങ്ങളിലേക്കടക്കം നാടുകടത്തപ്പെട്ടവരാണ് ഇത്തരം ആളുകൾ. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പ്രതാപത്തോടെ തിരിച്ചു വരാനുള്ള ഒരുക്കവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രധാനപ്പെട്ട തസ്തികകളിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾ അതും അണിയറയിൽ സജീവമാണെന്നാണ് സൂചന. 10 വർഷമായി പിണറായി വിജയന്റെ വിശ്വസ്തരായി നിന്ന് എതിരാളികളെ വേട്ടയാടിയവർ ഭരണമാറ്റം വന്നതോടെ അങ്കലാപ്പിലാകുന്നു എന്നതും ശ്രദ്ധേയം. ഭരണഘടനയേക്കാൾ പാർട്ടി ഭരണഘടനയെ സ്നേഹിച്ച ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ തയ്യാറാക്കി എന്നുള്ള തരത്തിലും ചർച്ചകൾ പോകുന്നുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ആരാണ് കേരളത്തിന്റെ അടുത്ത ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമാകുക എന്ന ചോദ്യവും അവിടെ പ്രസക്തമാണ്. കാരണം ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പോലീസ് സേനയിലുള്ള അഴിച്ചുപണികൾ നടത്താൻ പോകുന്ന തീരുമാനങ്ങൾ. ഇതിനിടെ കാസർഗോഡ് AR ക്യാമ്പിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നതും വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ആഘോഷം റീൽസ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. റിസർവ് ഇൻസ്പെക്ടറെ കണ്ട് ഡ്യൂട്ടി ഇടുന്ന ഓഫീസർമാരെ മാറ്റാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷം. റിസർവ് ഇൻസ്പെക്ടറെ കണ്ട് ഡ്യൂട്ടിയിടുന്ന ഓഫീസർമാരെ മാറ്റാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ത്രിവർണ പതാക ആലേഖനം ചെയ്ത കേക്ക് മുറിക്കുന്നു. ഇതിനിടെ പിണറായി ഭരണത്തിൽ നാടുകടത്തപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മടങ്ങി വരവിന് ഒരുങ്ങുന്നു എന്ന തരത്തിലാണ്
സൂചനകൾ വരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലും കേന്ദ്ര കേഡറുകളുമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന. നല്ലൊരു തസ്തിക പോലും നൽകാതെ ഇത്തരത്തിലുള്ള ആളുകളെ CPM പകപോക്കി നിർത്തിയിട്ടുണ്ട്. അത്തരം ആളുകളെ അടക്കം തിരികെ കൊണ്ടുവന്നേക്കാം എന്നുള്ള ഒരു നിരീക്ഷണത്തിലും നിഗമനത്തിലും രാഷ്ട്രീയ കേരളം എത്തുന്നു. IG ആയിട്ടുള്ള അനൂപ് കുരുവിള, ജോൺ, അതുപോലെ തന്നെ AP ഷൗക്കത്ത് അലി തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഇത്തരം ചർച്ചകളിലേക്ക് ഇടം പിടിക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ ചർച്ചകളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും എന്തുകൊണ്ട് പിണറായി സർക്കാരിന് ഇത്തരമൊരു പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമായിട്ട് തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് നടൻ വിനായകനടക്കം രംഗത്തെത്തിയത് വളരെ ശ്രദ്ധേയമാണ്. അതായത് അദ്ദേഹം പറയുന്നത് പ്രകാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിൽ എന്താണ് കാരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തേത് കോൺഗ്രസിന്റെ വിജയമല്ല എന്നുള്ളതാണ്, മറിച്ച് കേരളത്തെ ബംഗാളാക്കാൻ സമ്മതിക്കാത്ത ഇടതുപക്ഷ സഹയാത്രികരുടെ വിജയമാണ് ഇതെന്നാണ് നടൻ വിനായകൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തെ ബംഗാളാക്കാൻ സമ്മതിക്കാത്ത അനേകം ഇടതുപക്ഷ സഹയാത്രികരുടെ നാടായിട്ട് ഇത് മാറുന്നു. കേരളം ബംഗാൾ ആക്കുകയുമില്ല, ആക്കാൻ സമ്മതിക്കുകയുമില്ല. ഈ തോൽവി വരാനിരിക്കുന്ന മഹാവിജയത്തിലേക്കുള്ള ചിന്തയുടെ തുടക്കമാകട്ടെ എന്നാണ് വിനായകൻ കുറിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ വിജയം മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരുടെ വിജയം കൂടെയാണ്. ചിന്തിക്കുക എന്നതായിരുന്നു വിനായകന്റെ കുറിപ്പ്. ഇടതുമുന്നണിയുടെ പരാജയത്തിൽ പ്രതികരണവുമായിട്ട് ഒട്ടേറെ സിനിമാ പ്രവർത്തകർ നിലവിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. പുറത്തു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞതായിട്ടാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തിയത്. പേരാവൂരിൽ KK ശൈലജയുടെ പരാജയത്തിൽ നിരാശയറിയിച്ച റിമ കല്ലിങ്കലും രംഗത്ത് വന്നിരുന്നു. ഫലം പുറത്തു വന്നപ്പോൾ 10 വർഷമായി ഭരിച്ച കേരളത്തിൽ കേവലം 35 സീറ്റിലേക്ക് CPM നേതൃത്വം നൽകുന്ന LDF ചുരുങ്ങിയെന്ന് പറയുമ്പോൾ അത് ഭരണപരാജയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 13 മന്ത്രിമാരും LDF കൺവീനറും ഉൾപ്പെടെ പരാജയപ്പെട്ടവരിലെ ലിസ്റ്റിലുണ്ട് എന്നത് ഇപ്പോൾ കേരളം ആഘോഷിക്കുകയാണ്. 102 സീറ്റുകളുമായിട്ടാണ് UDF അധികാരം ഏറ്റെടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കണമെന്നാണ് RMP നേതാവായ KK രമ ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വരുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കൻ പരിവേഷം തകരുന്നത് കേരളം കണ്ടു എന്നായിരുന്നു രമ കുറിച്ചത്. വടകരയിൽ UDF പിന്തുണയോടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയും രമ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്ക് ഇനി പ്രതിപക്ഷ നേതാവായി തുടരുക എന്നതല്ലാതെ മറ്റൊരു വഴികളുമില്ല എന്നാണ് KK രമയുടെ പരിഹാസം. തന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും 6 തവണയാണ് അദ്ദേഹം പിന്നോട്ട് പോയിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. കുലം കുത്തികളെന്ന് അധിക്ഷേപിച്ചത് ആരെയാണോ പാർട്ടി മാറ്റി നിർത്താൻ ശ്രമിച്ചത് അവർക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിയർക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ ദിനത്തിലുണ്ടായിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടിയാണ് KK രമ ഇത്തവണയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി AK ഭാസ്കരനെ 14,862 വോട്ടുകൾക്കാണ് KK രമ പരാജയപ്പെടുത്തിയത്. 2021 തിരഞ്ഞെടുപ്പിൽ 7,291 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു KK രമയ്ക്കുള്ളത്. ഇത്തവണ വടകരയിലെ വോട്ടർമാർ നൽകിയ വലിയ പിന്തുണ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വിജയമായി മാറിയെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്.